അപ്പോൾ ദാ നമ്മുടെ ലിസ്റ്റിൽ പുതിയതായിട്ട് ഒരു ഐറ്റം കൂടി ആയിട്ടുണ്ട്. കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് കേട്ടോ. സാധാ റാഗിപ്പൊടി നമ്മൾ കൊടുക്കുന്നുണ്ട്. റാഗിയുടെ പുട്ടുപൊടി ധാരാളം പേര് ചോദിച്ചതാണ്. ഇത് നമ്മുടെ റാഗിയുടെ പുട്ടുപൊടിയാണ് കേട്ടോ, തരിതരിയായിട്ട്. മറ്റുള്ള പുട്ടുപൊടികൾ നമ്മുടെ കയ്യിൽ പലതരം പുട്ടുപൊടികളുണ്ട്. സാധാ പച്ചരിയുടെ പുട്ടുപൊടി, ഗോതമ്പിൻ്റെ പുട്ടുപൊടി, ചമ്പ പുട്ടുപൊടി, പുഞ്ച പുട്ടുപൊടി. ഇതൊക്കെ നനയ്ക്കുന്നത് എത്രയുമാണോ എടുക്കുന്നത് അതേ അളവിൽ വെള്ളം എടുത്ത ശേഷം ഇതുപോലെ മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി വെച്ചിട്ട് അതിന് ശേഷം പുട്ടുണ്ടാക്കുക. ഇത്രയുള്ളൂ. ഒരു 10 മിനിറ്റ് വെച്ചേക്കണം. അതിനുശേഷം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറേശ്ശെ കുടഞ്ഞു കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. നമ്മളിത് ആദ്യം ചെയ്യുമ്പോൾ ഒരു ഐഡിയ കിട്ടും കേട്ടോ. ഞാൻ സാധാരണ ഇപ്പോൾ 2 തവിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു 1.25 തവി വെള്ളം ഒഴിക്കും. അതിനുശേഷം നനവ് കുറവാണെന്ന് തോന്നുന്നുവെങ്കിൽ കുറേശ്ശെ തളിച്ച് കൊടുത്തിട്ട് വീണ്ടും ഇങ്ങനെ ഒന്ന് നനച്ചു കൊടുക്കും. എല്ലാ പുട്ടുപൊടിയും ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. 10 മിനിറ്റ് വെച്ചിരിക്കണം. ഏതായാലും കുറച്ച് നേരം വെച്ചിരിക്കണം, എങ്കിലേ അത് സോഫ്റ്റായിട്ട് കുതിർന്ന് റെഡി ആവത്തുള്ളൂ. അതിനുശേഷം സാധാ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കാം. റാഗിയുടെ ഗുണങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. അടുത്തിരിക്കുന്നത് ചക്കയാണ്, നോട്ടം ഇടണ്ട. ഇങ്ങനെയാണ് നമ്മുടെ റാഗി പുട്ടുപൊടി ഉണ്ടാക്കുന്നത് കേട്ടോ. സ്റ്റോക്ക് ഉണ്ട്, വേണ്ടവരും